എത്ര പറഞ്ഞാലും മനസ്സിലാത്ത ചിലരുണ്ട്. പറഞ്ഞു വരുന്ന ആരെയും കുറിച്ചല്ല, കസാഖിസ്ഥാനിലേക്ക് MBBS പഠനത്തിന് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടും വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളെ കുറിച്ച് തന്നെയാണ്. കാരണം നമ്മൾക്ക് എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കുറേ പേര് അങ്ങോട്ട് വരും. വന്നിട്ടാകുമ്പം കൃത്യമായിട്ട് ഒരു സർവീസ് പ്രൊവൈഡർ അല്ലാത്ത ആൾക്കാരുടെ കീഴിൽ വന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ചില കുട്ടികൾ വിളിക്കും, സർ ഞാനിങ്ങനെ ഇവിടെ പെട്ട് കിടക്കുകയാണ്, എനിക്ക് ഇന്നത്തെ ബുദ്ധിമുട്ടുണ്ട്, ഹോസ്റ്റൽ ശരിയല്ല, ഫുഡ് ശരിയല്ല, ഈ പറയുന്ന രീതിയിൽ അവർ കൃത്യമായിട്ട് സർവീസ് തരുന്നില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നവരുണ്ട്. അതുപോലെ ചില കുട്ടികളുടെ പേരൻസ് വിളിക്കും, പേരൻസ് വിളിച്ച് സർ എൻ്റെ കുട്ടികൾ അവിടെ പെട്ടിട്ടുള്ളത്, സാറിനൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ. ചില ഏജൻസികൾ വിളിക്കും, നമ്മളെ വിളിച്ചിട്ട് പറയും, ബ്രോ ഒരു അബദ്ധം പറ്റി, എനിക്ക് നമ്മുടെ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട്, ഒന്ന് ബ്രോനൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഇതേപോലെ തന്നെയാണ് അവിടെ ഈ പറയുന്ന വർക്ക് വിസയിലൊക്കെ വന്നിട്ട്, വർക്ക് വിസയിലല്ല കേട്ടോ, ഓണറബിൾ വിസയിലൊക്കെ വന്നിട്ട് ജോബ് സ്കാമിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട്. അവരും വിളിക്കും, ബ്രോ ഇന്ന പോലെ ഒരു സ്കാമിൽ പെട്ടുപോയി, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ. ബ്രോ എല്ലാവരും പറയാനുള്ളതെന്ന് വെച്ചാൽ സോറി. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ത്രൂ വരുന്ന സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ, അതുപോലെ നമ്മളെ അസോസിയേറ്റ് ചെയ്യുന്നവർ വഴി വരുന്ന സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ നോക്കി അവർക്ക് കൃത്യമായിട്ട് ഗാർഡിയൻഷിപ്പും സർവീസും കൊടുത്ത് പോകുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണെന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞ പാക്കേജൊക്കെ ചെറിയൊരു 5-10 രൂപയുടെ അല്ലെങ്കിൽ 10-50 രൂപയുടെ ലാഭം നോക്കിയിട്ട് പാക്കേജ് നോക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, കസാഖിസ്ഥാനിലാണ് ഞാൻ മെയിനാണ്, ഞാൻ എല്ലാമാണ് കസാഖിസ്ഥാനിൽ എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥാപിച്ച് വരുന്ന ആൾക്കാരുടെയൊക്കെ സംസാരങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്ത് തരുമ്പോൾ ആ യൂണിവേഴ്സിറ്റി ഏജൻസി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെയുള്ള മലയാളി സ്റ്റുഡൻസ് ഒരുപാടുണ്ട്. ആ സ്റ്റുഡൻസിൽ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ, അവരെ തേടിയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചാൽ, ഇന്ന ഏജൻസി വഴിയാണ് ഞാൻ വരുന്നത്, ഈ ഏജൻസിക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്ത യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ, അവർ രജിസ്റ്റേർഡ് ആണോ, അല്ലെങ്കിൽ അത്തരത്തിൽ അവരെന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവരെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചറിയാം. ഇനി നിങ്ങൾക്ക് ആ മലയാളി കുട്ടികളെ പരിചയമില്ല എന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ അവരെ കണക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റി, മലയാളി സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പുകളൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നമ്മൾ കണക്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് അവരുടെ എല്ലാവരും ചോദിക്കും, ഒരാളോടല്ല 1-10 ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾ വരുന്ന ഏജൻസി ഏത് വഴിയാണെന്ന് കൃത്യമായിട്ട് ചോദിച്ചറിയാം. അവർക്ക് അവിടെയുള്ള റോള്, അവർ ചിലപ്പോൾ ഇന്ത്യക്കാരുടെ നോർത്ത് ഇന്ത്യൻസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരാണോ, നോർത്ത് ഇന്ത്യൻസ് ആണോ, അവരുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, ഇതൊക്കെ ചോദിച്ചറിയാം. കാരണം ഒരു മലയാളി മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതും ഒരു നോർത്ത് ഇന്ത്യൻ മാനേജ്മെന്റ് കീഴിൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസം ഒരുപാടുണ്ട്. സോ വന്ന് പെട്ടിട്ട് പിന്നെ തല അവിടെ കുടുങ്ങിയിട്ട് സർ അയ്യോ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സോറി, നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടേതായ ഒരുപാട് പണികളുണ്ട്, നമ്മൾ ഒരു സൈഡിൽ കൂടി നമ്മുടേതായ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. മറ്റുള്ള അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലോ ഇടപെടാനോ അതിന്റെ ഇടയിൽ പോയി വീഴാനോ നമുക്ക് ഒട്ടും താല്പര്യമില്ല. ഇനി ഈ വീഡിയോ കണ്ടിട്ടും ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ വന്നിട്ട് അനുഭവിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ താങ്ക് യു.